Dear students, welcome to my class. I am Hima. Today we are going to discuss on IGNOU University MA English paper British novel, and mainly going to discuss on the chapter Pride and Prejudice by John Austen. And in this video we are going to discuss on the author of the author of the novel, and also about the characters of the novel, and we are going to discuss the themes also in this video. So let's begin with Jane Austen, the author. Jane Austen was born on 16 December 1775 and died on 18 July 1870. And she is also an English novelist known mainly for her 6 works, and they are Sense and Sensibility, Pride and Prejudice, Mansfield and Emma. These are her one of her famous works. So when we look into the novel Pride and Prejudice, it was published in 1813. It is an 1813 novel of manners. എന്താ അപ്പോൾ നോവൽ ഓഫ് മാനേഴ്സ് എന്ന് പറഞ്ഞാൽ? നോവൽ ഓഫ് മാനേഴ്സ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ വർക്ക് ഓഫ് ഫിക്ഷൻ ദാറ്റ് റീക്രിയേറ്റ്സ് എ സോഷ്യൽ വേൾഡ് കൺവേയിങ് വിത്ത് ദ detailed observation, the complex of custom, values, modes of sacrifice society. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫിക്ഷനാണ്, അതേപോലെ എന്താണ് അതിനകത്ത് എന്താണ് സോഷ്യൽ വേൾഡിനെ റീക്രിയേറ്റ് ചെയ്യാണ്. അതേപോലെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ഓൾസോ കൺവേ വിത്ത് ദ ഡീറ്റെയിൽഡ് ഒബ്സർവേഷൻ ആൻഡ് ദ കോംപ്ലക്സ് കസ്റ്റംസ്, വാല്യൂസ് ആൻഡ് മോഡ്സ് ഓഫ് സാക്രിഫൈസ് സൊസൈറ്റി സ്ട്രാറ്റിഫൈഡ് സൊസൈറ്റി. എന്താണ് നമ്മുടെ ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കും, അതിനെക്കുറിച്ചായിരിക്കും അവർ വർക്ക് എഴുതിയിട്ടുണ്ടാവുക. അതേപോലെ നമ്മൾ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് നോവലാണ്. റൊമാൻറ്റിക് നോവൽ it refers to a type of genre fiction novel which primarily focuses on the relationship and romantic love between two people and usually has an emotionally satisfying and optimistic ending. എന്താണ് ഒരു റൊമാൻറ്റിക് റിലേഷനെ കുറിച്ച് അല്ലെങ്കിൽ റൊമാൻറ്റിക് മെയിൻ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ്, ഒരു ലവ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നതിലാണ് കൂടുതൽ റൊമാൻറ്റിക് നോവൽ എന്ന് പറയുന്നത്. അതേപോലെ അതെന്താണ് ഒരു ഇമോഷണലി സാറ്റിസ്ഫൈയിങ് എൻഡ് ആയിരിക്കും ആ നോവലുകൾക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നു. ആൻഡ് ഓൾസോ the novel Pride and Prejudice mainly focus on the turbulent relationship of two characters. Who are the two characters of Pride and Prejudice? Main characters. The main characters of the Pride and Prejudice is Elizabeth Bennet and also Fitzwilliam Darcy. These two are the main characters, and it's also in this novel we could see the relationship between Elizabeth Bennet, the daughter of a country gentleman, and Fitzwilliam Darcy, a rich aristocratic landowner. ഇവരുടെ ഒരു റിലേഷനെ കുറിച്ച് പറയുന്ന ഒരു നോവലാണ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക്, അപ്പോൾ അത് നോക്കാം. അപ്പോൾ നമുക്കിതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നോക്കാം. മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആരൊക്കെയുണ്ട് നോക്കാം. ലിഡിയ ബെന്നറ്റ്, മിസ്സസ് ബെന്നറ്റ്, മിസ്റ്റർ ബെന്നറ്റ്, Mr. Collins. Later we could see that George Wickham, Elizabeth Bennet, then Georgia Darcy, and also Fitzwilliam Darcy, and Charles Bingley, Jane Bennet, Caroline Bingley. ഇവരൊക്കെയാണ് ഈ നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്ന നോവലിലെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ നമുക്ക് മിസ്റ്റർ ലിഡിയ ബെന്നറ്റിനെ നോക്കാം. ദ ബെന്നറ്റ്സ് ഇമ്മച്യൂർ ആൻഡ് ഇറസ്പോൺസിബിൾ യങ്ങസ്റ്റ് ഡോക്ടർ. മിസ്റ്റേഴ്സ് ബെന്നറ്റിൻ്റെയും മിസ്റ്റർ ബെന്നറ്റ്സിൻ്റെയും എന്താണ് ഒരു ഇമ്മച്യൂർ ആയിട്ടുള്ള ഇതുപോലെ ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ആര്, ലിഡിയ ബെന്നറ്റ്. അതെ, മിസ്സസ് ബെന്നറ്റ് എന്ന് പറയുന്ന എലിസബത്ത് ഫൂളിഷ് ആൻഡ് അൺസർട്ടൈൻ മദർ. നമ്മുടെ എലിസബത്ത് ആ മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ മദറാണ് മിസ്സസ് ബെന്നറ്റ്. ഒരു എന്താണ് ഫൂളിഷ് ആൻഡ് അൺറെസ്ട്രെയിൻ മദർ, ഒരു കൃത്യതയൊന്നുമില്ലാത്തൊരു അമ്മയാണ് നാം പറയുന്നത്. ആൻഡ് മിസ്റ്റർ ബെന്നറ്റ്, എലിസബത്ത് ഐറണിക് ആൻഡ് ഓപ്പൺ അപ്പത്തറ്റിക് ഫാദർ. കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പേഴ്സൺ ആണ് നമ്മുടെ മിസ്റ്റർ ബെന്നറ്റ് എന്ന് പറയുന്നത്. മിസ്റ്റർ കോളിൻസ്, മിസ്റ്റർ ബെന്നറ്റ്സ് റിഡിക്കുലസ് കസിൻ, നമ്മുടെ ബെന്നറ്റിൻ്റെ കസിനാണ്. അതേപോലെ നമുക്ക് എലിസബത്ത് ബെന്നറ്റ്, വൺ ഓഫ് ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ നോവൽ, ആൻഡ് ഇന്റലിജന്റ് ആൻഡ് സ്പിരിറ്റഡ് യങ് വുമൻ ഹു പൊസസസ് എ കീൻ വിറ്റ് ആൻഡ് എൻജോയ് സ്റ്റഡിങ് പീപ്പിൾസ് ക്യാരക്ടർ. അപ്പോൾ എലിസബത്ത് ബെന്നറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ക്യാരക്ടർ. അപ്പോൾ അവരുടെ ക്യാരക്ടറെ കുറിച്ച് നോക്കുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഇന്റലിജന്റ് ആണ്, അതേപോലെ എന്താണ് സ്പിരിറ്റഡ് യങ് വുമൺ ആണ്. അവളെന്ത് ചെയ്യുന്നു, എല്ലാവരും ഒന്ന് വീക്ഷിച്ചാണ് അവളെല്ലാം നോക്കുന്നതെന്ന് പറയും. പിന്നെ പറയുന്നത് ജോർജ് വിക്ഹാം ആണ്, എ ഹാൻസം ആൻഡ് പേഴ്സണബിൾ ഫോർച്യൂൺ ഹണ്ടർ.
ജോർജ് വിക്രം എന്ന് പറയുന്നയാള്. പിന്നെ ജോർജിയാന ഡാസി, ഡാസി ഷൈ ബട്ട് വാം ഹേർട്ടഡ് സിസ്റ്റർ. ആരുടെ സിസ്റ്ററാണ്? ജോർജിയാന ഡാസി, നമ്മുടെ ജോർജ് വിക്രാമിന്റെ സിസ്റ്ററാണ്. അതേപോലെ എന്താണ് ഫിറ്റ്സ്വില്ലിയം ഡാസി, ജോർജിയാന ഡാസി എന്ന് പറയുന്നത് ഫിറ്റ്സ്വില്ലിയം ഡാസിയുടെ നമ്മുടെ ആരാണിത്? ഫിറ്റ്സ്വില്ലിയം ഡാസി നമ്മുടെ എലിസബത്തിനെ കല്യാണം കഴിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സിസ്റ്ററാണ് ജോർജിയാന ഡാസി എന്ന് പറയുന്നത്. ഫിറ്റ്സ്വില്ലിയം ഡാസി എന്ന് പറയുന്നത് എ വെൽത്തി പ്രൗഡ് മാൻ വിത്ത് എ ജനറസ് തോട്ട്ഫുൾ നേച്ചർ ബിനീത്ത് ഹിസ് സംവാട്ട് സ്റ്റഫ് ഹിമണർ. ഒരു അത്യാവശ്യം വെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ആര്? നമ്മുടെ ഫിറ്റ്സ്വില്ലിയം ഡാസി. ആൻഡ് ചാൾസ് ബിഗ്ലി, ഡാസിസ് ബെസ്റ്റ് ഫ്രണ്ട്, എ ഗ്രേറ്റ് നേച്ചേർഡ് ആൻഡ് വെൽത്തി മാൻ ആണ് ചാൾസ് ബിഗ്ലി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ജെയിൻ ബെന്നറ്റ് ആണ്. എ ജെന്റിൽമാൻ ആൻഡ് കൈൻഡ് ഹേർട്ടഡ് യങ് വുമൻ, എലിസബത്ത് ഓൾഡർ സിസ്റ്റർ. നമ്മുടെ എലിസബത്തിന്റെ ഓൾഡർ സിസ്റ്റർ ആണ് ജെയിൻ ബെന്നറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ ഈസ് കാരോളിൻ ബിഗ്ലി, ബിഗ്ലീസ് ഷാള ആൻഡ് ഹോട്ടി സിസ്റ്റർ. ഒരു എന്താണ് നമ്മുടെ ബിഗ്ലിയുടെ ഒരു സിസ്റ്ററാണ് ആര്? കാരോളിൻ ബിഗ്ലി എന്ന് പറയുന്നത്. ബിഗ്ലി ഡാസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതേപോലെ ഈ കാരോളിൻ ബിഗ്ലിക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഫിറ്റ്സ്വില്ലിയം ഡാസിനെ മാരേജ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു വ്യക്തി കൂടിയാണ് ആര്? നമ്മുടെ കാരോളിൻ ബിഗ്ലി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ക്യാരക്ടേഴ്സ്. ജസ്റ്റ് ഒരു ഓവറോൾ നോക്കി ഇനി നമുക്ക് ആ ക്യാരക്ടേഴ്സും അവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. Let's discuss the characters and their analysis. In previous we discussed about an overall summary, and so we could look about the major characters. And when we discuss the Jane and the Pride and Prejudice, we could see there are 33 characters, and only some of them are important, and we are mainly going to discuss on them. First one is Elizabeth Bennet, Eliza, Lizzie. She was called by Eliza and also Lizzie, and novel's heroine and the second oldest of 5 Bennet sisters. She is a smart, lively and attractive, and also she pride herself on her ability to analyze other people, but she is very often mistaken in her conclusion about their motivation. അവൾ എന്താണ് പെട്ടെന്ന് എല്ലാവരെയും അനലൈസ് ചെയ്യുന്നതാണ് അവളുടെ പ്രിയപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവൾ എല്ലാവരെയും അനലൈസ് ചെയ്യും. അതേപോലെ അവൾക്ക് പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഓവറോൾ ഇത് നോക്കുക അല്ലാതെ അവരുടെ മോട്ടീവ് എന്താണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഫിറ്റ്സ്വില്ലിയം ഡാസി, ബിഗ്ലീസ് ക്ലോസസ്റ്റ് ഫ്രണ്ട് ആൻഡ് ദ ബ്രദർ ഓഫ് ജോർജിയാന ആൻഡ് നെഫ്യൂ ഓഫ് ലേഡി കാതറിൻ ടി ബ്രോ. ഡാസി ഈസ് വെരി വെൽത്തി ആൻഡ് എ പേഴ്സൺ ഓഫ് ഗ്രേറ്റ് ഇൻറ്റഗ്രിറ്റി, and he is very much in love with Elizabeth Bennet, and he is also taking a thoughtful person. He is taking care of Elizabeth. Next one is George Wickham. Wickham is an officer in a local military regiment and appears to be very model of a gentleman, and in reality he is a liar, hypocrite and opportunist. അപ്പോൾ ഇതിനകത്ത് ജോർജ് വിക്മാൻ എന്ന് പറയുന്നത് ഒരു എന്താണ് ലോക്കൽ മിലിറ്ററി ഓഫീസറാണ്. അതേപോലെ എന്താണ് ഒരു മോഡൽ ഓഫ് എ ജെന്റിൽമാൻ ആണ്. പക്ഷേ ആക്ച്വലി ഹീ ഈസ് എ ലയർ ആൻഡ് ഓൾസോ ഹൈപ്പോക്രൈറ്റ്. And next one is Mrs. Bennet. Mrs. Bennet is giddy, frivolous woman whose only purpose in life seems to be gossiping and marrying of her 5 daughters. നമ്മുടെ എലിസബത്ത് ബെന്നറ്റിൻ്റെ അമ്മയാണ് മിസ്സസ് ബെന്നറ്റ്. ബെന്നറ്റ് എന്താണ് മിസ്സസ് ബെന്നറ്റ് എന്ന് പറയുന്നത് ഒരു ഗോസിപ്പിംഗ് വുമൺ ആണ്, ഹാഫ് മാഡ് എന്നൊക്കെ പറയാം നമുക്ക്. അതേപോലെ ഓൺലി ഹർ അംബിഷൻ ഈസ് ടു മാരിയിങ് ഹർ 5 ഡോട്ടേഴ്സ് ടു എ വെൽത്തി പേഴ്സൺ. വെൽത്തി പേഴ്സൺസിന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മിസ്റ്റർ ബെന്നറ്റ് ആണ്. ദോ എ ഡിസ്ക്രീനിങ് വെൽ എഡ്യൂക്കേറ്റഡ് മാൻ, മിസ്റ്റർ ബെന്നറ്റ് ഹാസ് മെയ്ഡ് എ ബാഡ് മാരേജ് ആൻഡ് റിസൈൻ ടു എൻജോയ് ഇറ്റ്. മിസ്റ്റർ ബെന്നറ്റിൻ്റെ ഒരു ഹാപ്പിലി മാരീഡ് അല്ല മിസ്റ്ററും മിസ്സസ് ബെന്നറ്റും തമ്മിൽ. മിസ്റ്റർ ബെന്നറ്റ് ഈസ് ദ ഫാദർ ഓഫ് എലിസബത്ത്, ആൻഡ് ദേ and also Mr. Bennet and Mrs. Bennet's marriage is not a success. ഇനി അതിനകത്തെ മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ചാൾസ് ബിംഗ്ലി, അതേപോലെ ലിഡിയ ബെന്നറ്റ്, കാതറിൻ, മാരി ബെന്നറ്റ്, മിസ്റ്റർ കോളിൻസ്, സ്കാർലറ്റ് ലൂക്കാസ്, സിസ്റ്റർ സർ വില്യംസ് ലൂക്കാസ്, ലേഡി ലൂക്കാസ്, മിസ് ഗാർഡിനർ, മിസ്റ്റർ ഗാർഡിനർ, and there are lots of characters. So let's look on some of them. Main one is Charles Bingley. Bingley is Darcy's best friend and the brother of Caroline Bingley and Mrs. Hurst. Unlike Darcy, however, Bingley is down to earth despite his huge wealth. He is humble and modest, placing no great weight on social standing. Next one is Lydia Bennet. Lydia Bennet is the youngest of Bennet sister. Bennet's younger sister ആണ് Lydia Bennet എന്ന് പറയുന്നത്. She is in a vain, empty-headed,
flirt who has never had to deal with consequence of her actions. She is her mother's favorite. ലിഡിയ ബെന്നറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബെന്നറ്റിന്റെ അമ്മയുടെയൊക്കെ ഫേവറേറ്റ് പേഴ്സൺ ആണ് എന്ന് പറയുന്നു. Next one is Catherine Bennett, the second youngest of the Bennett sister, a bit of winner. She tends to follow Lydia. And next one is Mary Bennett, and she is also a middle child of 5 sisters of Bennett. And Mary is plain looking and a recluse who enjoys lecturing others about morality which she learns from books. അവൾക്ക് എന്താണ് മൊറാലിറ്റി പഠിപ്പിക്കുകയാണ് ബാക്കിയുള്ളവരെ, എവിടുന്ന് ബുക്കിൽ നിന്നൊക്കെ വായിച്ചത് എടുത്ത് ബാക്കിയുള്ളവരെ പഠിപ്പിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് മിസ്റ്റർ കോളിൻസ്, ബെന്നറ്റ്സ് കസിൻ ആൻഡ് ഹെയർ ടു ബെന്നറ്റ് എസ്റ്റേറ്റ് ബെന്നറ്റ് എസ്റ്റേറ്റിന്റെ അവകാശിയാണ് മിസ്റ്റർ കോളിൻസ് എന്ന് പറയുന്നത്. ആൻഡ് പാട്രണസ് ഈസ് ലേഡി കാതറിൻ. ഷീ ഈസ് എ റിഡിക്കുലസ് പ്രോംലെസ് ക്ലർജിമാൻ കൺസേൺഡ് ഓൺലി വിത്ത് ഇംപ്രസിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുക എന്നുള്ള ഒരൊറ്റ ഒരു കാര്യം മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ കാരോളിൻ ബിംഗ്ലി ആണ് ചാൾസ് ബിംഗ്ലി സിസ്റ്റർ. ഷീസ് കെയർസ് ഓൺലി അബൌട്ട് സോഷ്യൽ സ്റ്റാറ്റസിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു ക്യാരക്ടറാണ് കാരോളിൻ ബിംഗ്ലി എന്ന് പറയുന്നത്. പിന്നെ ലേഡി കാതറിൻ ഡി ബോ എന്ന് പറയുന്നു. ഡോമിനറിംഗ് ദ റിച്ച്, ലേഡി കാതറിൻ മെഡ്ലെസ് ഈസ് എവറി വൺസ് അഫയേഴ്സ് ആൻഡ് കനോട്ട് ടോളറേറ്റ് എനി ബ്രീച്ച് ഓഫ് ക്ലാസ് റാങ്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 33 ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്തെന്ന് പറയുന്നു. അതേപോലെ അപ്പോൾ ക്യാരക്ടേഴ്സിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന് നമുക്ക് ഇതിനകത്ത് മെയിൻ തീംസ് ഉണ്ട്. മെയിൻ തീംസ് എന്ന് പറയുന്നത് മെയിൻ തീംസ് ഓഫ് പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് ഇസ് ലവ്. ഒരു ലവ് ഉണ്ട് അല്ലേ? ലവ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലുള്ളതാണ്? നമ്മുടെ എലിസബത്തും അതേപോലെ നമ്മുടെ ആരാ എലിസബത്ത് ബെന്നറ്റും ഫിറ്റ്സ്വില്യം ഡാർസിയും തമ്മിൽ ലാസ്റ്റ് അവർ ഒരു ലവിലേക്ക് എഴുതുന്നുണ്ട്. അതേപോലെ എന്താണ്, ഇറ്റ് കണ്ടെയ്ൻസ് വൺ ഓഫ് ദ മോസ്റ്റ് ചെറിഷ്ഡ് ലവ് സ്റ്റോറീസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ തന്നെ ഏറ്റവും ചെറിഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്നാണ്. പിന്നെ അതിനകത്ത് പറയുന്ന അടുത്ത തീം എന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ ആണ്. എ വുമൻസ് റെപ്യൂട്ടേഷൻ ഈസ് ഓഫ് ദ അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ഇവിടെ വുമൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ആ സൊസൈറ്റി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പറയുന്നുണ്ട്. എ വുമൺ ഈസ് എക്സ്പെക്റ്റഡ് ടു ബിഹേവ് ഇൻ സർട്ടൈൻ വേസ്. കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്ന ആ കൃത്യതയിൽ വളർന്നാൽ മതി അല്ലെങ്കിൽ ജീവിച്ചാൽ മതി വുമൻസ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലുള്ള സമയത്തുള്ള വർക്കാണ്. ആൻഡ് ഓൾസോ സ്റ്റെപ്പിംഗ് ഔട്ട്സൈഡ് ദ സോഷ്യൽ നോംസ് മേക്സ് എ വൾണറബിൾ ടു റേസിസം. ഇവിടെ എന്ന് പറയുന്നത് അത് എന്താണ്, അവൾ അതിൽ നിന്നെല്ലാം എതിരായിട്ട് പ്രവർത്തിക്കുമ്പോൾ അവൾ കുറ്റക്കാരിയായിട്ട് മാറുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതും കൂടിയാണ് നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്നത്. അതേപോലെ ക്ലാസ്, ഫാമിലി, ഇൻറ്റഗ്രിറ്റി ആൻഡ് ജെൻഡർ, ഇതൊക്കെ ഇതിനകത്തെ തീംസ് ആയിട്ട് വരുന്നുണ്ട്. ജെൻഡർ റോൾ വർക്ക് ക്വൈറ്റ് റിജിഡ്. അവിടെ എന്താണ്, ഒരു റിജിഡ് ആയിട്ടാണ്. വുമൻസിന് വേറെ ഒരു റോള്, ഒരു രീതി, അതേപോലെ മെന്നിന് വേറൊരു രീതി, അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ് എന്ന് പറയുന്നതിൽ ജെയിൻ ഓസ്റ്റൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ജെയിൻ ഓസ്റ്റനെ കുറിച്ചും ക്യാരക്ടേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ മെയിൻ തീംസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റോറി ആയിട്ട് വരാം. നമ്മുടെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസിൻ്റെ സ്റ്റോറി അല്ലേ, നോവലിൻ്റെ സമ്മറി ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരാം. That's all for today and thank you.